പൊതു തെരഞ്ഞെടുപ്പെന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ നിർവഹണം ആഘോഷിച്ച് വിശ്രമിക്കുമ്പോൾ ഒരൊറ്റ വനിതാ MP പോലുമില്ലാത്ത രാഷ്ട്രീയ കേരളത്തിന് കൃത്യമായൊരു ഉത്തരം പറയാനുണ്ടാകുമോ? പുതിയ പാർലമെന്റിലേക്ക് എത്ര സ്ത്രീകളെത്തും ഇത്തവണ? ചോദ്യം പലതാണ് സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ. അബ്സല്യൂട്ട് ഇക്വാലിറ്റി, സമ്പൂർണ്ണ സമത്വം, അതിൽ കുറഞ്ഞതൊന്നും ന്യായമല്ലെന്ന് പറയാൻ 1931 ബീഗം ഷാനവാസും സരോജിനി നായിഡുവും അടക്കമുണ്ടായി നമുക്ക്. അതേ നാട്ടിലാണ് 4/1 സംവരണത്തിന്റെ പോലും പ്രാതിനിധ്യമില്ലായ്മയെ വലിയ പ്രിവിലേജായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. നിയമനിർമ്മാണ സഭകളിൽ 3/1 സീറ്റ് പ്രാതിനിധ്യമാണ് ബില്ലെഴുതി പാസാക്കി സ്ത്രീകൾക്ക് അനുവദിക്കാനിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തോളം ചരിത്രം പറയാവുന്ന ചർച്ചകൾക്കൊടുവിൽ 2023 ആ ബില്ല് പോലും പാസാക്കപ്പെട്ടതെന്ന് ഓർക്കണം. ഒറ്റയ്ക്ക് ഒരാളും ഇന്ത്യയെ തീരെഴുതി എടുക്കേണ്ട എന്ന് ജനം വിധിയെഴുതിയ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഊറ്റം കൊള്ളുന്ന ജനാധിപത്യ വിശ്വാസികൾ ആ രാഷ്ട്രീയ ചരിത്രത്തിന്റെ കൂടി ഭാഗമായ 31 കോടി സ്ത്രീകളെ കാണുന്നുണ്ടോ? ബസ്സിലെ സീറ്റിൽ എഴുതി വച്ച കേവല മുൻഗണനയിൽ ഒതുങ്ങേണ്ട കാര്യമാണോ അത്? 5 വർഷം മുമ്പ് 78 വനിതാ MP ലോക്സഭയിൽ. ഇത്തവണ 74 സഭയുടെ 13.63% മാത്രമാണ് ഈ 74 പേർ. 3/1 പ്രാതിനിധ്യം പ്രാബല്യത്തിൽ വന്നാൽ ഉറപ്പാക്കേണ്ട 33%-ലും എത്രയോ താഴെയാണിതെന്ന് കാണാം. അതിൽ 43 പേർ പുതുമുഖങ്ങളാണ്. ജനവിധി നേരിട്ട 797 വനിതാ സ്ഥാനാർത്ഥികളെ BJPയിൽ നിന്ന് 69-ഉം കോൺഗ്രസിൽ നിന്ന് 41 എന്ന നിലയിലാണ് ആളെണ്ണം. സ്ത്രീ ശാക്തീകരണത്തിനുള്ള പാർട്ടി ശ്രമങ്ങൾ ആരും കാണാതെ പോകരുത് എന്നതിനാലാവാം ഈ എണ്ണക്കണക്ക് ഇരു കക്ഷികളും പ്രചരണത്തിൽ നന്നായി ഉപയോഗിച്ചത്. സഭയിലെ വനിതാ MP-മാരുടെ എണ്ണത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ള വലിയ കക്ഷികൾക്ക് ശാക്തീകരണവാദം ഇനിയും ആവർത്തിക്കാം. പക്ഷേ 240-ൽ 31 പേരും 99-ൽ 13 പേരുമാണ് സ്ത്രീകളായുള്ളത് എന്നതാണ് വസ്തുത. BJPയിൽ 12.92%-ഉം കോൺഗ്രസിൽ 13.13%-ഉം മാത്രം. ഇവിടെയാണ് നമ്മുടെ പ്രാതിനിധ്യ അസമത്വത്തിന്റെ ചിത്രം തെളിയുന്നത്. ആകെ തലയുയർത്തി അവകാശമുന്നയിക്കാൻ മമതയുടെ തൃണമൂലിന് മാത്രം സാധിക്കും. 42 സീറ്റിൽ 12-ലും വനിതകളെ കളത്തിലിറക്കി തൃണമൂലിന്റെ പെൺകടുവർ 11 സീറ്റിൽ ജയിച്ചു. തൃണമൂൽ MP-മാരിൽ 37.93%-ഉം സ്ത്രീകളാണ്. പ്രധാനമന്ത്രി പദത്തിലേക്കോ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്കോ പ്ലേസ് ചെയ്യുവാനുള്ള യോഗ്യതയും ആത്മവിശ്വാസവുമുള്ള മമതാ ബാനർജി എന്ന നേതാവിന്റെ പിന്മുറക്കാർ. കൃഷ്ണനഗറിലെ മഹുവ മൊയ്ത്രയുടെ വിജയത്തിനടക്കം വലിയ എക്സ്ട്രാ പവറുണ്ട്. 50,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലൂടെയാണ് മഹുവ തന്റെ വീറ് തെളിയിച്ചത്. മമതയുടെ ചൂണ്ടുവിരൽ താഴുമെന്ന് കരുതിയവർക്ക് ലക്ഷ്മി ഭണ്ഡാറിലൂടെ കാണിച്ചു തരുന്ന ബംഗാൾ പാഠമാണത്. എന്തിന് സ്ത്രീകൾ രാഷ്ട്രീയത്തിലും അധികാരത്തിലും പ്ലേസ് ചെയ്യപ്പെടണമെന്ന ചോദ്യത്തിന് ഉത്തരം. TMCയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ബംഗാൾ മോഡൽ. 22 മണ്ഡലങ്ങളിൽ മത്സരിച്ച CPIM അവിടെ തിരുത്തി തുടങ്ങി. SFI, DYFI യുവ നേതാക്കളായിരുന്നു 8ഓളം മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികൾ. DYFIയുടെ തീപ്പൊരി നേതാവ് മീനാക്ഷി മുഖർജി നയിച്ച പ്രചരണത്തിൽ ദീപ്സിദാധറും സൈറാഷായും അടക്കമുള്ളവർ പൊരുതിത്തോറ്റത് തൃണമൂലിന്റെ ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളോടാണ്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായത് 3 വനിതകൾ മാത്രം. അതിൽ ശൈലജ ടീച്ചറും ആനി രാജയും അടങ്ങുന്ന ശക്തരെ പോലും വിജയിപ്പിച്ചെടുക്കാൻ ഇടതിനായില്ല. ഹൈബീഡൻ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ എറണാകുളത്ത് KJ ഷൈനിന്റെ സ്ഥാനാർത്ഥിത്വത്തിലും CPM-ന് വിശദീകരണമില്ല. കേരളത്തിൽ പേരിന് പോലും വേരോട്ടമില്ലാത്ത മണ്ഡലങ്ങൾ മാത്രം വച്ച് നീട്ടിയ നേതൃത്വത്തിന്റെ നിലപാടിൽ വലിയ വിയോജിപ്പുണ്ട് NDAയിലെ വനിതാ സ്ഥാനാർത്ഥികൾക്ക്. ആലത്തൂരിലെ തോൽവിയിൽ രമ്യ ഹരിദാസിനെ പഴിചാരി ഒഴിയുന്ന കോൺഗ്രസ് നേതൃത്വം രാജസ്ഥാനിലെ യുവ ദളിത് വനിതാ വിജയമായി സഞ്ജന ജാദവിനെ ആഘോഷിക്കുന്നതിലുമുണ്ട് വൈരുദ്ധ്യം. UP-യിലെയും മഹാരാഷ്ട്രയിലെയും 7 അംഗങ്ങൾ, മധ്യപ്രദേശിൽ 6, തമിഴ്നാട്ടിൽ നിന്ന് 5. വിരലിലെണ്ണാനേ ഉള്ളൂവെങ്കിലും
ഇന്ത്യൻ രാഷ്ട്രീയ തിരശീലയിൽ കൃത്യമായ ഇടം ആവശ്യമുണ്ട് ഈ വനിതാ എംപിമാർക്ക്. ഗ്യാസ് കണക്ഷൻ പരസ്യത്തിൽ മാത്രം തങ്ങളുടെ ആവശ്യത്തെ ഒതുക്കിയവർക്ക് സിമ്പതി വോട്ടർമാരായി മാത്രം മുദ്രകുത്തപ്പെട്ടവർ നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണത്. ശാക്തീകരണം യഥാർത്ഥ ലക്ഷ്യമെങ്കിൽ സഭയിലത് വിളിച്ചു പറയാനും ആളുണ്ടാകട്ടെ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.